PFIയുടെ രാഷ്ട്രീയ ഐഡന്റിറ്റിയാണ് SDPI എന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും സംശയമില്ല അൻസാരി. നിങ്ങൾ മാത്രമേ അത് സമ്മതിക്കാതെയുള്ളൂ. ഇത് വളരെ പച്ചയായ ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണ് ഇവിടെ അൻസാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. SDPI എന്തോ ഒരു നല്ല ഒരു സംഭവമാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുക, മറ്റൊരു രാഷ്ട്രീയ പാർട്ടി പോലെ തന്നെയാണെന്നുള്ള രീതിയിൽ. ശരിയാണ്, രാഷ്ട്രീയ പാർട്ടികൾ ആയതുകൊണ്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ ഇവിടെ ബാൻ ചെയ്ത സമയത്ത് SDPI ബാൻ ചെയ്യാൻ പറ്റാതെ പോയത്. അല്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടിനും ഒരുമിച്ച് പിടിച്ച് പുറത്താക്കേണ്ട സാധനമാണ്. ഉള്ള കാര്യം പറഞ്ഞാൽ അത്രേ ഉള്ളൂ. കറങ്ങിത്തിരിഞ്ഞ് അതിപ്പോ മുസ്ലിം ലീഗ് ആയാലും ശരി, SDPI ആയാലും ശരി, PFI ആയാലും ശരി, ഇതെല്ലാം കടക്കുന്നത് ഒരേ ആംഗിളിൽ നിൽക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. ഒന്ന് വീര്യം കുറഞ്ഞത്, ഒന്ന് വീര്യം കൂടിയത്, അത്ര വ്യത്യാസമുള്ളൂ. അപ്പൊ ഞാൻ പറയാ, ഇവിടെ ബോധമുള്ള ആളുകൾ, സെക്യുലർ ആയിട്ട് നിലനിൽക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ ഇതിനെ രണ്ടിനെ ഒരേപോലെ ചൂണ്ടിക്കാണിക്കാൻ മുന്നോട്ട് വരാണ് വേണ്ടത്. അല്ലാതെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നിന്നോട്ടൊന്നും കാര്യമൊന്നുമില്ല. ഒരു ക്ഷേത്രം പൂട്ടി, കാരണം ഭൂമി കയ്യേറ്റമെന്ന് അധികൃതർ പ്രഖ്യാപിക്കുന്നു. പക്ഷേ വിശ്വാസികൾക്കിടയിൽ സംശയം, ഇത് ഭൂമി പ്രശ്നമോ ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് നേരെയുള്ള കൈകടത്തലോ? കാരണം തീരുമാനമെടുത്തത് SDPI കൊടുത്ത പരാതിയെ തുടർന്ന്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആറാലുമൂട് ശിവക്ഷേത്രം പൂട്ടിയതിന് പിന്നിൽ SDPIയുടെ സമ്മർദ്ദമാണെങ്കിൽ ആ സമ്മർദ്ദത്തിന് വഴങ്ങുന്നത് എന്തിന്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെ കാര്യങ്ങളാണ്? ഞാൻ ഈ വിഷയത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം, SDPIയുടെ പരാതിയുടെ മുകളിലാണ് മുനിസിപ്പാലിറ്റി നടപടി എടുത്തിട്ടുള്ളതെന്നാണ്. അതിന്റെ മുകളിലാണ് മുനിസിപ്പാലിറ്റി അങ്ങോട്ടേക്കുള്ള ആ ക്ഷേത്രത്തിലേക്കുള്ള വഴി അടച്ചു പൂട്ടിയിട്ടുള്ളതും അവിടെ താഴിട്ടിട്ടുള്ളതും അവിടെ നോട്ടീസ് പതിപ്പിച്ചിട്ടുള്ളതും എന്നുള്ളതാണ്. നിനക്കാവുമ്പോ ഈ തിന്ന പരിപാടിയൊക്കെ നല്ല പിടിയാണല്ലോ. ഒരു പള്ളി, ഒരു മുസ്ലിം പള്ളി പുറമ്പോക്കിലാണെന്ന് ഒരു ഹിന്ദു സംഘടന പരാതി കൊടുക്കുന്നു. അപ്പൊ ആ പരാതിക്കനുസരിച്ച് പെട്ടെന്ന് പള്ളി പോയി താഴിട്ട് പൂട്ടി ഇനി ഇങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അധികൃതരെത്തുമോ? ഒരു പുറമ്പോക്ക് ഭൂമിയിലോ അങ്ങാണ്ടോ മറ്റോ ഒരു ക്ഷേത്രം പണിയാൻ പോകുന്നു. അതിനകത്ത് മറുഭാഗം ഉണ്ടാകും, ഈ എന്തോ ഭാഗം ഉണ്ടാകും. ഏതായാലും നഗരസഭയാണ് അത് നടപടി എടുത്തിട്ടുള്ളത്. ഈ ക്ഷേത്രം പണിയായിട്ട് ബന്ധപ്പെട്ട് നഗരസഭയുടെ അനുവാദം വാങ്ങിയിട്ടുണ്ടോ? ഇല്ല. അത് പുറമ്പോക്ക് ഭൂമിയാണോ അല്ലയോ എന്ന് കൃത്യമായി വരുത്തിയിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം SDPIക്ക് ഇതിൽ ഒരു കാരണവശാലും ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ആ നടപടി ശരിയാണെന്നുള്ള ധ്വനിപ്പിച്ചുകൊണ്ടാണ് സംസാരിക്കുകയും ചെയ്യുന്നത്. അത് ശരിയാ. ഒരിടത്തിരുന്നിട്ട് SDPI സുതാര്യമല്ല, SDPI എന്തോ ഒരു വലിയ ദുരൂഹമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിനെന്താ പറയുക? ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ജനാധിപത്യപരമായി ഇടപെടുന്ന, ഇപ്പൊ ഈ ഇലക്ഷനിൽ 4000-ഓളം സീറ്റുകളിൽ മത്സരിക്കുന്ന ഒരു തീർത്തും ജനാധിപത്യപരമായ ഒരു പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. എന്നാ പിന്നെ പേടിക്കണ്ട. ഒരു സുനീർ ഏതോ ഒരു സുനീർ കൊടുത്തു. അത് അങ്ങനെ നിങ്ങളൊരു തീരുമാനം എടുക്കില്ല. അപ്പോൾ നിങ്ങൾക്കെതിരെ നിങ്ങളെ പ്രതികൂട്ടിൽ നിർത്താൻ കഴിയും. അപ്പോൾ നിങ്ങളത് തന്ത്രപരമായ സമീപനം എടുക്കും. ഇത് പല ഘട്ടങ്ങളിലും തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് പറഞ്ഞത്, മറഞ്ഞു നിന്നുള്ള പ്രവർത്തനം. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കള്ളുരുത്തി സ്കൂളിലെ ഹിജാബിന്റെ കാര്യത്തിൽ അതല്ലേ സംഭവിച്ചത്? കള്ളുരുത്തി ഹിജാബിന്റെ വിഷയം എന്താണ്? അത് വീണ്ടും എടുത്ത് ചർച്ച ചെയ്യണോ? അവിടുത്തെ വിഷയം, ഒരു ഹിജാബ് ധരിച്ചു എന്നതിന്റെ പേരിൽ ഒരു കുട്ടിയെ വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ട ഒരു സംസ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ സംസ്ഥാനത്താണ് ഇടതുപക്ഷം ഞങ്ങളെ സഹായിക്കുന്നു എന്ന് പറയുന്നത്. ഓർത്തു നോക്കിയേ, ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഒരു കുട്ടി ഹിജാബ് ധരിച്ചു. നമ്മൾ നോക്കിയാൽ അതിന് 8 മാസം ഒരു മാസം പോലും ആയില്ല. അതിൽ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ഇടപെട്ടിട്ടില്ല എന്നാണ് കേട്ടോ. ആദ്യം പിന്നെ നിങ്ങൾ എന്തിനാണ് പറഞ്ഞത് SDPI അവിടെ ഇടപെട്ടിട്ടില്ല എന്ന്? അത്ര സുതാര്യമായ കാര്യമാണെങ്കിൽ അൻസാരി, എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. അത് ഞാൻ പറയട്ടെ, അത് അവിടെ പിതാവല്ലേ ഇടപെട്ടത്? SDPI ആണ് ഇടപെട്ടത്. അതാണ് പ്രശ്നം. ഒരു നീതിയുടെ വിഷയം ഉണ്ടെങ്കിൽ ആ നീതിയുടെ ഭാഗത്ത് SDPI നിൽക്കും. അതിനകത്ത് തടസ്സമൊന്നുമില്ല. ഹിജാബ് വിഷയത്തില് ഒരു കുട്ടിക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ SDPI അതിനകത്ത് പ്രതികരിക്കും, അതിനകത്ത് ഇടപെടും. അതും വിഷയമല്ല. പക്ഷെ ആ വിഷയത്തിൽ SDPI അല്ല, ആ പിതാവാണ് പോയത്. ആദ്യം ഞാനത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആ പിതാവാണ് ആദ്യം പോയത്. പിന്നീട് അവിടുത്തെ സ്കൂളിൽ അധികൃതരുടെ മോശമായ ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പോകുന്നത്. ഇതൊന്നും പാർട്ടി ആലോചിച്ച് തീരുമാനം എടുത്തു പോകുന്നൊന്നുമല്ല. ഇപ്പം മഞ്ജുഷിന്റെ നാട്ടിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ മഞ്ജുഷ അവിടെ അറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ ആളെന്നുള്ള നിലയിൽ വിളിക്കും. അതൊന്നും ഒരു ഇതല്ലല്ലോ. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. അല്ല, ഇത് വളരെ പച്ചയായ ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണ് ഇവിടെ അൻസാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. SDPI എന്തോ ഒരു നല്ല ഒരു സംഭവമാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുക, മറ്റൊരു രാഷ്ട്രീയ പാർട്ടി പോലെ തന്നെയാണെന്നുള്ള രീതിയിൽ. ശരിയാണ്, രാഷ്ട്രീയ പാർട്ടികൾ ആയതുകൊണ്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ ഇവിടെ ബാൻ ചെയ്ത സമയത്ത് SDPI ബാൻ ചെയ്യാൻ പറ്റാതെ പോയത്. അല്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടിനും ഒരുമിച്ച് പിടിച്ച് പുറത്താക്കേണ്ട സാധനമാണ്. ഉള്ള കാര്യം പറഞ്ഞാൽ അത്രേ ഉള്ളൂ. 100% ഞാൻ യോജിക്കുന്നു.
ഇനി ഇവിടെ പറഞ്ഞല്ലോ എന്താ തെളിവുള്ളത് എന്നുള്ളത്. ഇവിടെ പറഞ്ഞു ഈ ഹിജാബിന്റെ ഉദാഹരണം തന്നെ എടുക്കുക. അതായത് തുടക്കത്തിൽ എന്താ പറഞ്ഞത്, ഈ പറയുന്ന SDP ബന്ധമൊന്നും ഇല്ല എന്ന് ആദ്യം പറഞ്ഞുകൊണ്ട് നടന്നു. എന്നിട്ട് അവസാനം ഇതേ വേദിയിൽ തന്നെയാണ് ഞാൻ ചർച്ച ചെയ്തിട്ടുള്ള ആ ചർച്ചയിൽ ഞാനും ഉണ്ടായിരുന്നതാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് SDP ഒരു പ്രവർത്തകൻ സമ്മതിച്ചു, ഞങ്ങളാണ് ഈ സാധനത്തിന് ഇറങ്ങി തിരിച്ചത് എന്നവർ പച്ചയ്ക്ക് സമ്മതിക്കുന്ന ഇവിടെ നിന്ന് കണ്ടതാണ്. ഞാൻ മാത്രമല്ല അവരെല്ലാവരും ഒരെണ്ണം അല്ലേ ചോദിച്ചുള്ളൂ, ഞാൻ 4 എണ്ണം പറഞ്ഞുതരാം. ഇത് 4 ആണല്ലോ എല്ലാത്തിലും വളരെ മികച്ച കണക്ക് ഈ SDP സംബന്ധിച്ചിടത്തോളം. അപ്പൊ നമുക്ക് 4 എണ്ണം തന്നെ പറയാം. ഒന്ന് ഈ ഹിജാബിന്റെ ഉദാഹരണം തന്നെ എടുക്കാം. ഇനി രണ്ടാമത്തത് ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പറയുന്ന ഒരു വാട്സപ്പ് ഹർത്താൽ നടത്തി. തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ. ആ ഹർത്താൽ ഒരെണ്ണം നടത്തിയിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും നടത്താറുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഹർത്താൽ നടത്തുമ്പോൾ അവരെന്താ ചെയ്യാറ്? അവർ പകൽ വെളിച്ചത്തിൽ വന്നിട്ടാണ് ഹർത്താൽ നടത്തുക. അവർ പച്ചയ്ക്ക് പറയും, ഇതേ ഞങ്ങൾ ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നു, നിങ്ങൾ വരുന്നു. നിങ്ങൾ അതാണോ ചെയ്തു? നിങ്ങൾ പറയുന്ന സാധനത്തിൽ പിടിക്കപ്പെട്ടതിന്റെ തെളിവുകൾ ഇന്നും പോപ്പുലർ ഫ്രണ്ടിന്റെയും അതുപോലെ നിങ്ങളും തമ്മിലുള്ള ആ അവിശുദ്ധ ബാന്ധവത്തിന്റെ ഓരോ കഥകളും ഇന്നിപ്പോ ഇവിടെ ഓരോന്നോരോന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 4ാമത്തെ ഒരു ഉദാഹരണം കൂടിയുണ്ട്. ഈ കണ്ണൂര് ഒരു സ്ത്രീ ഇവിടെ ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ ചെയ്യുന്ന വിഷയം എന്തായിരുന്നു? അവിടെ ഒരു പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാനെന്ന് പറഞ്ഞിട്ട് അവര് മീറ്റിംഗ് കൂടി SDP ഓഫീസിലാണ്. അപ്പൊ എങ്ങനെയാണ് അവിടെ എത്തുന്നത്? SDP ഓഫീസ് ഈ നാട്ടിൽ എന്താ പോലീസും പട്ടാളമൊന്നും ഇല്ലേ? എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അദ്ദേഹം. ശ്രീ അൻസാരി പറയണ്ടായി, രണ്ടോ മൂന്നോ പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിയാണ് SDP. അതൊരു വിശ്വാസ്യതയ്ക്കുള്ള മാനദണ്ഡമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം BJP 100% അംഗീകരിക്കണ്ടേ? ഇന്ത്യ മുഴുവൻ ഭരിക്കുന്ന പാർട്ടിയാണ് BJP. അതെ അതെ. RSSന്റെ പക്കൽ നിന്ന് പൈസ വാങ്ങിയിട്ട് കള്ളം പ്രചരിപ്പിക്കുന്ന ഒരാളെ ഒരു അൻസാരി, ഞാനിത് ഇവിടെ വാക്ക് പറയാണ്, ഞാൻ ഈ പണി നിർത്തും. ഞാൻ പറഞ്ഞതിൽ ഒരു കള്ളം നിങ്ങൾ തെളിയിക്കുക. നിങ്ങൾ ആണാണെന്നുണ്ടെങ്കിൽ തെളിയിക്കുക. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? പോപ്പുലർ ഫ്രണ്ടിന്റെ ഡോക്യുമെന്റ് നിങ്ങൾ എടുക്കുക. അതിനകത്ത് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നുണ്ട്, ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി വിഷൻ 2047 നിങ്ങൾ എന്ത് NIA കണ്ടെത്തലുണ്ടല്ലോ, ഡോക്യുമെന്റ്സ് സീസ് ചെയ്തിട്ടുള്ളതാണല്ലോ അൻസാരി, ഡോക്യുമെന്റ് സീസ് ചെയ്തിട്ടുള്ളതാണല്ലോ. എന്താ ഉറക്കം വരുന്നു? ഇല്ലെന്നാണോ പറയുന്നത്? ഇവിടെ ഈ അന്വേഷണ ഏജൻസികളൊക്കെ നുണ പറഞ്ഞാണെന്നാണ് അപ്പൊ നിങ്ങൾ പറയുന്നത്? അല്ല അൻസാരി, അങ്ങനെയാണെങ്കിൽ കൈവെട്ട് കേസും ഇല്ല എന്നുള്ളതാണോ? പ്രൊഫസറുടെ കൈവെട്ടിയ കേസും ഇല്ല എന്നുള്ളത് തന്നെയാണോ പറയുന്നത്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി അവർ പദ്ധതി ഇട്ടു, ഈ പറയുന്ന ഡോക്യുമെന്റ് ഉണ്ടാക്കി എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടെ ഈ ജാമ്യം പോലും അവിടെ നിഷേധിച്ചിരിക്കുന്നത്. എന്താ നിങ്ങൾ ഓർക്കാത്തത്? അപ്പൊ ഇതൊക്കെ നുണയാണെന്നാണോ നിങ്ങൾ പറഞ്ഞത്? കോടതി, ഡൽഹി ഹൈക്കോടതിയിൽ എന്താ നുണ? അവിടെ അവര് നുണ പറഞ്ഞതെന്നാണോ നിങ്ങൾ പറയുന്നത്? അത് അവര് നോക്കിക്കോളും. ഞാൻ ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. ഞാനതാണ് നിങ്ങളുടെ ആദ്യം ചോദിച്ചത്, SDP ഏതെങ്കിലും അർത്ഥത്തിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? അതിന്റെ സുനീർ എന്നുള്ള SDP പ്രവർത്തകനാണ് പരാതി കൊടുത്തത്. അതാണ് അത് താങ്കൾ പറയുന്നു SDP അങ്ങനെ സംസ്ഥാന തലത്തിൽ ആലോചിച്ച് അത്തരം ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന്. അപ്പോഴാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെ സുതാര്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല ആ SDP, രഹസ്യമായിട്ടാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരു പ്രവർത്തകനെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ ആളല്ല എന്ന് പറയുന്നു. ഇത് പതിവാണ് എന്നുള്ളതിനാണ് ഒരു 3-4 ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞതും. SDP രഹസ്യമായി പ്രവർത്തിക്കുന്നതിന് എന്ത് നിങ്ങൾ ഏത് അർത്ഥത്തിലാ പറയുന്നത്? SDP പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ പ്രവർത്തിക്കുന്ന പാർട്ടിയല്ലേ? 5ാമതൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞു. എനിക്കെതിരെ മതനിന്ദ എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഇവിടെ ഉണ്ടായിരുന്നു. ആ കേസ് കൊടുത്തത് പോലും നിങ്ങൾ SDP ഒരു പ്രവർത്തകൻ, ഈ ഈരാറ്റുപേട്ട ഭാഗത്തുള്ള ഒരു ചങ്ങാതി ഒരു ഹിന്ദു നാമധാരിയെ കൊണ്ട് കള്ളക്കേസ് കൊടുക്കുന്ന രീതിയിലാണ് കൊടുപ്പിച്ചത്. കാരണം എന്താണ്? അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് ഒരിക്കലും പുറത്തു വരാൻ പാടില്ല എന്നതായിരുന്നു. പക്ഷെ നമ്മളത് കണ്ടെത്തി. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ പോലീസുകാരും നിങ്ങളുടെ ഇതിന്റെ ഉള്ളിലല്ല. അല്ലാതെയും കുറച്ച് ബോധമുള്ള മനുഷ്യന്മാർ ഇവിടെ ഉണ്ട് പോലീസുകാരായിട്ട്. അവർ നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്തിയത് ആരാണ് അതിന്റെ പിന്നിൽ ഉള്ളത് എന്നുള്ളത്. ആ കേസിനൊക്കെ നമ്മൾ ഊരി പോരുകയും ചെയ്തു. അതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ എല്ലാ തരികടയും നമുക്ക് അറിയാം. നിങ്ങൾ ഈ പറയുന്ന ഹിന്ദു ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടെന്ന് പറയുന്നതിന്റെ കാരണം പോലും നിങ്ങൾ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഡോക്യുമെന്റിൽ ഉണ്ട്. എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ സാധനം, ഈ പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്നുള്ളത് ഇവിടെ ഓരോ ദിനവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന രീതികൾ എന്താണെന്നുള്ളത് ഇവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കാപട്യമാണ്, അടിമുടി, ഇതുപോലെയുള്ള രഹസ്യ സ്വഭാവത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന കാര്യമല്ലേ? ഈ പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള ബാന്ധവം നമ്മളിവിടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? നിങ്ങളെ എത്ര സ്വത്ത് ഇതുപോലെ കണ്ടുകെട്ടേണ്ടി വരുന്നു. നിങ്ങളുടെ നേതാക്കൾക്ക് അവിടെ നിന്ന് ജാമ്യം പോലും നിഷേധിക്കുന്നു. എന്തിന്റെ പേരിൽ? ഈ പറയുന്ന ഡോക്യുമെന്റ്സിന്റെ പേരിൽ തന്നെ, നിങ്ങൾ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ പേരിൽ തന്നെ. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. സംബന്ധിച്ചിടത്തോളം
ഞാൻ അവിടെ മനസ്സിലായി. ഞാനിപ്പോ ഈ ചർച്ചയിലോട്ട് വരുമ്പോഴാണ് ഞാൻ അവിടെ ഇങ്ങനെ മനസ്സിലാക്കുന്നത് അവിടെ ഇങ്ങനെ എന്തൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് SDPI എന്ന് പറയുന്ന ഞാൻ അതാ ചോദിക്കുന്നത്, നമ്മുടെ ഘടനകൾ ഇടപെട്ടിരുന്നോ? ഞാൻ അവിടെ ചോദിച്ചു, ഇങ്ങനെ ചർച്ച നടക്കുന്നുണ്ട്, ഇന്നലെ മുതൽ ഇങ്ങനെ ഒരു വലിയ പ്രചരണം നടക്കുന്നത് എന്താണ്? അവൻ പറഞ്ഞ് പാർട്ടി അതിനകത്ത് ഇടപെട്ടിട്ടില്ല. പാർട്ടിയുടെ ഇന്ന് ഓർത്ത് നോക്കണം, പാർട്ടിയുടെ ഭാരവാഹികൾക്ക് പോലും ആ വിഷയത്തെക്കുറിച്ച് അറിയില്ല. അതാ രസം. ഞാൻ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവർ വിളിക്കുമ്പോൾ പറയുന്ന അങ്ങനെ ഒരു വിഷയം ഞാൻ കേട്ടിരുന്നു, പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്ന് പറഞ്ഞാൽ അവർ അതുപോലും ശ്രദ്ധിക്കാത്ത നിലയിൽ ഇലക്ഷൻ വർക്കുകളിലാണ് ഉള്ളത്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. അപ്പൊ അവിടെ പിന്നെ ഇപ്പൊ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഏതോ ഒരു സുനീർ കൊടുത്തു എന്ന് പറയുന്നു. അത് SDPIയുടെ പ്രവർത്തകനാണെന്ന് ഞാൻ ചർച്ച വരുമ്പോഴാണ് അറിയുന്നത്. സുനീർ കൊടുത്തു എന്ന് പറയുന്നു. അത് SDPIയുടെ പ്രവർത്തകനാണെന്ന് ഞാൻ ചർച്ച വരുമ്പോഴാണ് അറിയുന്നത്. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. അപ്പോൾ SDPIയുടെ പ്രവർത്തകനാണെന്ന് താങ്കൾ സമ്മതിച്ചു അല്ലേ? SDPIയുടെ പ്രവർത്തകനാണ് അല്ലേ? SDPI ലെറ്റർ പാഡിൽ അല്ല കൊടുക്കുന്നത്. ലെറ്റർ പാഡിൽ കൊടുക്കാതെ അത് SDPIയിലേക്ക് വരുത്തുന്നു. അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനമാണ്. അർത്ഥത്തിൽ ഒരു കലാപം ഉണ്ടാക്കിയതായോ, ഏതെങ്കിലും അക്രമത്തിൽ പങ്കെടുത്തതായോ, ഈ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനം നടത്തുന്നതായോ, അല്ലെങ്കിൽ എന്തെങ്കിലും ശ്രദ്ധിക്കാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ പിന്നെ ഒരു പുകമറയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് SDPI എപ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളത്. ജോസഫ് മാഷ കൈവെട്ടിയതാരാ? നിങ്ങൾ ആരെ പറ്റിക്കാൻ നോക്കണേ? PFIയുടെ രാഷ്ട്രീയ ഐഡന്റിറ്റിയാണ് SDPI എന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും സംശയമില്ല. അൻസാരി, നിങ്ങൾ മാത്രമേ അത് സമ്മതിക്കാതെയുള്ളൂ. ഒറ്റയടിക്ക് ഇങ്ങനെ ഈ പ്ലെയിനായിട്ട് ഞങ്ങൾക്ക് PFIയുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. പക്ഷേ പൊതുസമൂഹത്തിന് അറിയാമുണ്ട് എന്ന്. അത് തന്നെയാണ് NIAയുടെ അന്വേഷണത്തിലും കണ്ടെത്തിയത്. ഇപ്പോഴും കേസ് മുന്നോട്ട് പോകുന്നു. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? കറങ്ങി തിരിഞ്ഞ് അതിപ്പോ മുസ്ലിം ലീഗ് ആയാലും ശരി, SDPI ആയാലും ശരി, PFI ആയാലും ശരി, ഇതെല്ലാം കടക്കുന്നത് ഒരേ ആംഗിളിൽ നിൽക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. ഒന്ന് വീര്യം കുറഞ്ഞത്, ഒന്ന് വീര്യം കൂടിയത്, അത്ര വ്യത്യാസമുള്ളൂ. അപ്പൊ ഞാൻ പറയാ, ഇവിടെ ബോധമുള്ള ആളുകൾ, സെക്യുലർ ആയിട്ട് നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ഇതിനെ രണ്ടിനെ ഒരേപോലെ ചൂണ്ടിക്കാണിക്കാൻ മുന്നോട്ട് വരാണ് വേണ്ടത്. അല്ലാതെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നിന്നോട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.